സംസ്ഥാനത്ത് ഓൺലൈൻ നടപടിക്രമം അട്ടിമറിച്ച് സ്കൂൾ അധ്യാപകരെ സ്ഥലം മാറ്റിയെന്ന ആക്ഷേപം 6 പ്രധാന അധ്യാപകർക്കാണ് സ്ഥലം മാറ്റം നൽകി ഉത്തരവിറക്കിയത്. സെൻസസ് ഡ്യൂട്ടിയുടെ ഭാഗമായി അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലം മാറ്റം നേരത്തെ മരവിപ്പിച്ചതാണ്. ഈ ഉത്തരവ് മറികടന്നാണ് സ്ഥലം മാറ്റം നടത്തിയതാണ് ആക്ഷേപം. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഹാൻസെ, എന്താണ് ഈ ആക്ഷേപത്തിന് അടിസ്ഥാനം? സേതു, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അധ്യാപകരുടെ സ്ഥലം മാറ്റം റദ്ദാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവിറക്കുന്നത്. ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഭൂരിപക്ഷം അധ്യാപകർക്കും സെൻസസ് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ നേരത്തെ അപ്രൂവ് ചെയ്തിട്ടുള്ള സ്ഥലം മാറ്റവും ഇനി ഉണ്ടാകാനിരിക്കുന്ന സ്ഥലം മാറ്റങ്ങളും റദ്ദാക്കുന്നു. അടുത്ത വർഷം മാർച്ച് വരെ അധ്യാപകർക്ക് ഇനിയിപ്പോൾ സ്ഥലം മാറ്റം ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിന്മേൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു െങ്കിൽ പോലും അത് കണക്കാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിരുന്നില്ല. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിൽ ആ ഉത്തരവ്, ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പുറത്തിറക്കിയ ആ ഉത്തരവ് മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു കൂട്ട സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 6 പ്രധാന അധ്യാപകരെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിലേക്ക് നിലവിലെ ഒഴിവിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടമായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ അധ്യാപക സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം സെൻസസ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അധ്യാപകർക്ക് സ്ഥലം മാറ്റം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ 6 പ്രധാന അധ്യാപകരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത് എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല. സേതു. ഓക്കെ.